സ്വന്തം പാട്ട്, ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു അമ്പലപ്പുഴ. നമ്മളുടെ ഇപ്പോഴത്തെ സോപാന സംഗീതങ്ങളൊക്കെ ധാരാളം സോപാന സംഗീതങ്ങൾ എഴുതിയിട്ടുള്ള മധുചേട്ടൻ, മഹാദേവ മനോഹരൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ എഴുതി മധുചേട്ടൻ്റെ തന്നെ വരികളാണ്. സുമശൈലത്തരുനികരം പുലരൊളിയിൽ കഥ പറയും ഹിമഗണമാമധുരം തന്നൊരു ചിരി തൂകും. സുമശൈലത്തരുനികരം പുലരൊളിയിൽ കഥ പറയും ഹിമഗണമാമധുരം തന്നൊരു ചിരി തൂകും. കിളിമൊഴികൾ കഥ പറയാനണയും നീ സുഖനിമിഷം കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. നിളതൂകും പുഞ്ചിരിയിൽ രസമേറും പുളിനങ്ങൾ കുളിരോട കൈരളിയെ പുണരും നേരം. നിളതൂകും പുഞ്ചിരിയിൽ രസമേറും പുളിനങ്ങൾ കുളിരോട കൈരളിയെ പുണരും നേരം. തെളിയുന്ന പെണ്ണിന്റെ മനതാരിൽ നടിയായി കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം, നിലയില്ലാതൊഴുകുന്നോരവിന്നോണം. അഴലില്ലാതണയും നീ മധുമാസത്തിരനോട്ടം കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം, നിലയില്ലാതൊഴുകുന്നോരഴവിന്നോണം. 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 ഇപ്പോൾ അനുശ്രീ വന്ന ഇവന്റിലേ നിങ്ങൾ സിയാപതി എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഓഡിയൻസും റിയാക്ട് ചെയ്യുന്നു, അവർ ജയ് വിളിക്കുന്നു, ഭയങ്കര കാണുന്ന. ഇപ്പൊ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടില്ല, യൂട്യൂബിലാണ് കണ്ടത്. യൂട്യൂബിൽ കണ്ട എനിക്ക് വരെ ഭയങ്കര ഫീലായി. അപ്പൊ നമുക്ക് അതൊരു രണ്ടുപേരി ഓഡിയൻസ് എനർജി നമ്മളാണ് ഓഡിയൻസ്, നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നത്. सियापति रामचंद्र की राधापति कृष्णचंद्र की गौरीपति चंद्रचूड़ की पवन सुत हनुमान की कपोवन ज्ञानानंद की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की. सियापति रामचंद्र की राधापति कृष्णचंद्र की गौरीपति चंद्रचूड़ की पवन सुत हनुमान की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की. भाव भक्ति का भूखा सोई जो कुछ नहीं पावे. भाव भक्ति का भूखा सोई जो कुछ नहीं पावे. भक्त भूल गए राम दीवाने निज पद मांगो देवे. भक्त भूल गए राम दीवाने निज पद मांगो देवे. सियापति रामचंद्र की राधापति कृष्णचंद्र की गौरीपति चंद्रचूड़ की पवन सुत हनुमान की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की. जादू कौन आचार्य किया था ध्रुवतियों मरतोड़ी. जादू कौन आचार्य किया था ध्रुवतियों मरतोड़ी.
कहा गजेंद्र पढ़ा था विद्या व्याधु विदुर की कड़वी, कहा गजेंद्र पढ़ा था विद्या व्याधु विदुर की कड़वी। सीतापति रामचंद्र की, राधापति कृष्णचंद्र की, उड़ीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन आनंद की, तपोवन आनंद की। कहत कबीर ओ कबीरा कहत कबीर सुनो भाई, सुनो 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 अभी सुनो। कहत कबीर सुनो भाई साधो प्रेम मिलत भाई भक्ति, कहत कबीर सुनो भाई साधो प्रेम मिलत भाई भक्ति। जंतर मंतर लटपट से नहीं, जंतर मंतर लटपट से नहीं, राम भजन से मुक्ति। जंतर मंतर लटपट से नहीं, राम भजन से मुक्ति। सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, पवन सुत हनुमान की, तपोवन ज्ञानानंद की, तपोवन ज्ञानानंद की, तपोवन ज्ञानानंद की। राजा राम 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 सीता 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 राम राजा राम सीता राम सीता राम राजा राम राजा राम सीता राम सीता राम राजा राम। बोल राजा राम 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 राजा राम। बोल राजा राम 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 राजा राम। बोल राजा राम राजा राम राजा राम राजा बोल राजा राम राजा राम राजा राजा राम 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 राजा ഓഡിയൻസ് ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ജയകൃഷ്ണൻ നമ്മുടെ വയലിനിസ്റ്റ്, വയലിനിൽ ശരിക്കും മാജിക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാ പ്ലാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ? നമ്മള് ഫ്യൂഷൻ വായിക്കുന്ന ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ടീമും അങ്ങനെ ഒരു ഇതാണ്, വേറൊരു വൈബാണ് നോക്കുന്നത്. അപ്പോൾ ഫ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അവർ മാറ്റം കൊണ്ടുവന്നാൽ അക്സെപ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ അവരിങ്ങോട്ട് ഒരു ഇത് പാടി ഇടുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊരു സംഭവം. എന്തായാലും നല്ല രസമുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേറൊരു പാട്ടിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ പെട്ടെന്നാണ് വയലിലേക്ക് അപ്പൊ ശ്രദ്ധിക്കും അറിയാതെ. നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി പുറകെ കുറച്ച് പേര് മിണ്ടാണ്ടിരിപ്പുണ്ട് വിളിച്ച്. അതായതാ ബീങ് ദ സീനിയർ മെമ്പർ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പൊതുങ്ങി നിൽക്കുന്നത്, ടി വിയിലേക്കും കയറി അല്ലെ? ടി വി പ്രേക്ഷകർക്കും ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഫെമിലിയറാ. അതിൽ സീ കേരളത്തില് ഗ്രാൻഡ് ഫിനാലയിൽ എൻട്രി വന്നിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ സുജാത മാഡം, അതുപോലെ ഗ്രേറ്റ് സിംഗർ മധു ബാലകൃഷ്ണൻ, അതുപോലെ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ, ഇവരോടൊപ്പം ഉള്ളൊരു വേദി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. ശരിക്കും അവർ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ നവീനെ വിളിക്കുകയും അതിനുശേഷമാണ് ഞങ്ങളെ അങ്ങോട്ട് സീ കേരളത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവതരിപ്പിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു വേദി തന്നെയായിരുന്നു.
അത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് പറയാം. അവിടെ ചെന്നപ്പോഴും മനസ്സിലായി അതിൻ്റെ അകത്ത് പല ജഡ്ജസും നമ്മുടെ പാട്ടുകൾ കാണാറുണ്ടായിരുന്നു. അവർ നേരിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ മ്യൂസിക് അവാർഡ്സിലും സുജാത മാമിന്റെയും ചിത്ര ചേച്ചിയുടെയും മുന്നിൽ പാടിയല്ലേ? ആ സമയത്ത് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ പാടിയില്ലേ? അത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നോ അതോ അതിനു വേണ്ടി ചെയ്തതാണോ? അത് അതിനുവേണ്ടി ചെയ്തത്. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അവർ രണ്ടുപേരും പാടുന്ന ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു, ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും കൂടെ ഉള്ളത്. അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേനും ദുന്ദും എന്നുള്ള പാട്ടിന്റെ തമിഴ് വേർഷൻ, അത് അറിയാലോ, രാധയും മനത്തിൽ എന്നുള്ള പാട്ട്, അതായിരുന്നു പ്ലാൻ ചെയ്ത്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പം ഞങ്ങളുടെ സന്തോഷ് ചേട്ടൻ എപ്പോഴും രക്ഷകനായിട്ടുള്ള ലിറിസിസ്റ്റ്, പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലൊരു പാട്ട് നമുക്ക് മലയാളത്തിൽ ചെയ്യണം. അപ്പം പുള്ളി 10-15 മിനിറ്റ് കൊണ്ട് എഴുതുന്ന ലിറിക്സ് ആണ് അത്. ഓക്കെ. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ലിറിക്സിൽ വരുത്തുന്നുണ്ടല്ലോ സിനിമാ പാട്ടിൽ, അതും ആ ചേട്ടൻ തന്നെയാണ്? അല്ല, ഞങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ. ഇനി നമ്മുടെ ഉണ്ണിച്ചേട്ടനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതിനിടയ്ക്ക് ഒരു സെലിബ്രിറ്റി സിംഗർ നിങ്ങളുടെ വീഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിരാമി അജയ്. പുള്ളിക്കാരി എങ്ങനെയാ വന്നത്? നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തേ? അതും ഈ സെയിം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മഹാദേവ എന്ന് പറയുന്ന പാട്ട് അതേപോലെ തന്നെ പുള്ളിക്കാരിയും ഇതുപോലെ പാടി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തുമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഒരേ രീതിയിൽ ഈ 2 പാട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അഭിരാമിയും ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുമായിട്ടൊരു കൊളാബ് ചെയ്യാമെന്ന് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയാണ് അത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇനിയും വേറെ സിംഗേഴ്സിനെ നമുക്ക് നിങ്ങളുടെ വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഉടനെ തന്നെ ഉണ്ടാവും. ദുബായിൽ അറബിക് നമ്മുടെ ഫാദി റിഫായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു ഫുൾ ടൈം സിംഗറാണ്. പുള്ളി ഫേമസ് സിംഗറാണ്. ആള് സിറിയനാണ്, പക്ഷേ സെറ്റിൽഡ് ഇൻ ദുബായ്. അപ്പം ഭയങ്കര സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറായിട്ടുള്ള മ്യൂസിക് എല്ലാം കൊളാബ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഞങ്ങൾ ഭജനും ഒരു വെരി ഓൾഡ് ട്രഡീഷണൽ ഭജനും സൂഫി മിക്സോടെ ഞങ്ങൾ ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു സെഗ്മെൻ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, ക്രിയേറ്റീവ് ക്രോസ് റോഡ്സ്. അപ്പോൾ നമ്മളുടെ പല ഡിഫറെൻറ്റ് റോഡ്സ് ഉണ്ടാകാം, പക്ഷേ അത് അവസാനം എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പാത്തിലാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്രിയേറ്റീവ് ക്രോസ് റോഡ്സ്. അപ്പോൾ ആ ഒരു സ്ട്രീമിലേക്ക് ഞങ്ങൾക്ക് ഇനിയും പാട്ടുകളും അതുപോലെ ആർട്ടിസ്റ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഷയൊന്നും ഒരു ബാരിയർ അല്ലേ? അതെ, ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യയിൽ സ്ട്രീറ്റ് സിംഗേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ജയ്പൂർ പോയപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പറയണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് കൺട്രീസിൽ ഇപ്പം ചെയ്യുന്നില്ലേ? ഇപ്പൊ UAE, കാനഡ, കേരള, ഇവിടെയല്ലേ നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഉള്ളത്? അതെ. അപ്പോൾ വേറെയും കൺട്രീസിൽ പോയി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഉഗാണ്ട ഒരു വ്ളോഗ് ഞാൻ കണ്ടിരുന്നു, ഉഗാണ്ട വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. വ്ളോഗ് ചെയ്ത ആള് രാജേഷാണ്. അത് നമ്മളുടെ പ്രസൻസ് ബേസിക്കലി ഉള്ളത് ഇന്ത്യയിൽ, UAE, കാനഡ ആണെങ്കിലും പല സ്ഥലത്തുനിന്ന് ഇൻവിറ്റേഷൻ വരാറുണ്ട്. പിന്നെ എല്ലാവരുടെയും സൗകര്യമൊക്കെ നോക്കിയിട്ടും അവരുടെ ഇതെല്ലാം നോക്കിയിട്ട് പ്രോഗ്രാംസിന് പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത മെയിൻ പ്രോഗ്രാംസ് കെനിയയിൽ ഒരെണ്ണം ചെയ്തിരുന്നു, ഉഗാണ്ടയിൽ ചെയ്തിരുന്നു, പിന്നെ ഒമാൻ മസ്കറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കമ്മിങ് മന്ത്സിൽ നമുക്ക് ട്രാവലുകൾ വന്നിട്ടുണ്ട്. UK പിന്നെ US ചാൻസ് വരുന്നുണ്ട്. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടന്നാൽ നമ്മളുടെ ഭജൻ കണക്ട് എന്നുള്ള സംഭവം ഒരു സ്പിരിച്വൽ ജേർണി അക്രോസ് കേരള എന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ അക്രോസ് ദ ഗ്ലോബ് എന്നുള്ള രീതിയിലോട്ട് വളർന്നതിൽ വളരെ സന്തോഷമാണ്. എല്ലാ സ്ഥലത്തുള്ള മലയാളി ഓഡിയൻസ് മാത്രമല്ല കേട്ടോ, നമ്മൾ പോയ സ്ഥലത്ത് ഗുജറാത്തി, അങ്ങനെ ഹിന്ദി, എല്ലാ ടൈപ്പ് ഓഡിയൻസും നമ്മളുടെ പാട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇതിലൂടെ ഒരു തിരിച്ചറിവും കൂടെയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നത്. ഇതിനൊരു ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. വെറുതെ നാമാവലികൾ പാടിയാൽ പോലും അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി ഭയങ്കര. അടുത്ത മാസം നമുക്ക് ഹൈദരാബാദിൽ പ്രോഗ്രാം ഉണ്ട്. ഡൽഹി നമ്മൾ നേരത്തെ മുതൽ ചെയ്യാറുള്ളതാണ്. പിന്നെ മുംബൈയിൽ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കൊൽക്കത്തയിൽ. ഹൈദരാബാദിലെ പ്രോഗ്രാം ഞാൻ പറയാൻ പറഞ്ഞത്, അവര് നമ്മളെ പ്രോഗ്രാമിനെ വിളിച്ചപ്പോഴത്തേനും ഞങ്ങൾക്ക് തെലുങ്ക് പാട്ടുകൾ വളരെ കുറച്ചേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തെലുങ്ക് ഒന്നും കേൾക്കണമെന്നില്ല, ഞങ്ങൾക്ക് മലയാളം കേട്ടാൽ മതി. നിങ്ങൾ പാടുന്ന പാട്ടുകൾ ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഞങ്ങൾക്ക് ഭാഷയൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ 1-2 തെലുങ്ക് പാട്ടൊക്കെ പ്ലാൻ ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ എന്താണോ പാടുന്നത്. ഹരികൃഷ്ണൻസ്, നിങ്ങളുടെ ഗ്രൂപ്പിലെ ഹരികൃഷ്ണൻസ് എങ്ങനെയാ പേര് വന്നത്? ഇവരുടെ പേര് എങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ ഒരേ സ്വഭാവക്കാർ വന്നു തോന്നുന്നു, പറയുന്നതിന് ഒരേ താളത്തിൽ. എങ്ങനെയുണ്ട് ടീമുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതുവരെ? ഇപ്പം ആദ്യം തൊട്ടേ ഉള്ളവരാണോ നിങ്ങൾ? ഞാനിപ്പം 8 വർഷത്തോളമായി ഗ്രൂപ്പിൻ്റെ കൂടെ. ഞാൻ ദുബായ് വെച്ചിട്ടാണ് നവീനെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരും ഒരുമിച്ച്
പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയണം, ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ ഇപ്പം എങ്ങനെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു. അപ്പം നമ്മുടെ ഏറ്റവും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടും, അതുപോലെ ഇവിടെ ഇവൻ്റെ വീട്ടിലാണെങ്കിൽ വെള്ളിയാഴ്ച നവീൻ്റെ കൂടെ നമ്മൾ പ്രാക്ടീസിന് ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആണെങ്കിലും നവീൻ്റെ വൈഫാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അവിടെ. കാരണം എല്ലാ വെള്ളിയാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ആണെങ്കിലും വേറെ പുറത്തോട്ടെങ്കിലും നമ്മൾ കറങ്ങാനൊന്നും പോവാതെ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഈ എപ്പോഴാണെങ്കിലും രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ചേട്ടനുമായിട്ട് ഒരു വലിയ ക്രിട്ടിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സൂപ്പിച്ചൊന്നും ഷുഗർ കോട്ട് ചെയ്തൊന്നും പറയത്തില്ല. ഓക്കെ, ഇത് മോശമാണ് അല്ലെങ്കിൽ അത് നല്ലായിരുന്നു, അങ്ങനെ അതിപ്പം നമ്മൾ അറ്റയർ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും വീട്ടിലാണ്, അച്ഛനും അമ്മയാണെങ്കിലും എല്ലാവരുടെയും വീട്ടിലാണ് അവരുടെ ഒരു സപ്പോർട്ടും മെയിനായിട്ടുണ്ട്. 18 വർഷത്തോളമായി ഇവരുടെ കൂടെ കൂടിയിട്ട്. എനിക്കിന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഓഫീസിൽ പോയാൽ തന്നെ ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 5 o'clock ആകും നോക്കിയിരിക്കും. അപ്പോഴേ ബാഗ് എടുക്കും, ചാടും, പ്രോഗ്രാമിന് പോകും. പിന്നെ മിക്ക ദിവസങ്ങളിലും അടുപ്പിച്ചൊക്കെ തന്നെ പ്രോഗ്രാംസ് കാണും. പിന്നെ ഉറക്കം തന്നെ മിക്കവാറും ഇല്ല. വെളുപ്പിന് ഒരു 2 മണി 3 മണിക്കൊക്കെയാണ് വരുന്നത്. പിന്നെ രാവിലെ എണീറ്റ് ഓഫീസിൽ പോകും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ജോലിയായിട്ട് ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നു. നിങ്ങൾ പൊതുവെ പുതിയ ആൾക്കാരെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്ത് രണ്ടുപേര്, വൈഷ്ണവും അഭിജിത്തും. എങ്ങനെയാ ഇതിലേക്ക് വന്നത്, ഈ ടീമിലേക്ക് വരണം? നേരത്തെ കണ്ടിട്ടുണ്ടോ നന്ദഗോവിന്ദ്? പിന്നെ ഉറപ്പായിട്ടും നേരത്തെ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഉണ്ട്, കീബോർഡ് വായിക്കുന്നത് നന്ദഗോവിന്ദത്തിൽ, ഇന്ന് വന്നിട്ടില്ല. അപ്പം പുള്ളിയായിട്ട് കുഞ്ഞിലെ മുതൽ ഞങ്ങൾക്ക് അറിയാം, കട്ടച്ചങ്സാണ്. അപ്പം ദേവതാപസൻ എന്ന് പറഞ്ഞൊരു നന്ദഗോവിന്ദത്തിൻ്റെ തന്നെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കോറസ് പാടാനായിട്ട് കണ്ണനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പം അവിടെ പാടി. അപ്പം നവീൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നവീൻ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്, ജോയിൻ ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. എല്ലാവരുമായിട്ട് തന്നെ ഫാമിലി പോലെ, ഒരു ടീം എന്നതല്ല, ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങളെല്ലാവരും. കാരണം അടിപൊളിയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഒത്തിരി സന്തോഷം, ഇതിലൊരു ഭാഗവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഹാപ്പി ആയിട്ട് പോകുന്നു. വൈഷ്ണവ് എങ്ങനെയായി ടീമിലേക്ക് വന്നത്? ഓക്കെ, ഞാൻ ടീമിലേക്ക് വരുന്നത് ലൈക്ക് എല്ലാവരെയും പോലെ തന്നെ ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ സ്ക്രീനിലൊക്കെ കണ്ടിരുന്ന കുറേ ചേട്ടന്മാർ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ വീഡിയോസ് കാണും, ഓഫീസിൽ വന്നതിന് ശേഷം വീഡിയോസ് ഇരുന്ന് കാണും. എല്ലാവരും പോലെ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ പോലെ തന്നെ വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ എനിക്ക് പെർഫോം ചെയ്യാതെ പറ്റില്ല, ലൈക്ക് എനിക്ക് ഇവരെ കൂടെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഞാൻ നവീൻ ചേട്ടന് പുലർച്ചെ ഒരു 3 മണിയോടുകൂടി മെസ്സേജ് അയച്ചു. ലൈക്ക് നവീൻ ചേട്ടാ എനിക്ക് കോറസ് ടീമിൻ്റെ കൂടെ ഇരുന്നാൽ മതി, ലൈക്ക് ലീഡിയോ ഒന്നും വേണ്ട, കോറസ് ടീമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് എനിക്ക് പാടണം. നവീൻ ചേട്ടൻ മെസ്സേജിന് റിപ്ലൈ തന്നു. അടുത്ത ദിവസങ്ങളിൽ എന്നെ ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിച്ചു. ഞാൻ ടീമിനോട് കൂടി, ടീമെന്ന് പറയുന്നില്ല, അതെൻ്റെ കുടുംബം പോലെ തന്നെയാണ്. ഞാൻ അത്രയും ഹാപ്പിയാണ്, കാരണം ഞാൻ തൃശ്ശൂരാണ്, എല്ലാവരും കോട്ടയംകാരാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലൊക്കെ ഇരുന്ന് വീടിൻ്റെ അടുത്തുള്ള കുടുംബങ്ങളിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ. ഞാൻ പലപ്പോഴും പ്രാക്ടീസ് സെഷനൊക്കെ വരുമ്പോൾ അബിയുടെ വീട്ടിലാണ് പോകാറ്. അപ്പോൾ ലൈക്ക് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ വീട്ടിലും നാട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാലും നന്ദഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രൗഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അബി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രൗഡ്ലി ഞാനും എല്ലായിടത്തും പറയണു നന്ദഗോവിന്ദത്തിൻ്റെ ഫാമിലിയിൽ ഒരു അംഗമാണെന്നുള്ളത്. വെരി ഹാപ്പി. വൈഷ്ണവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്ത് വരും വീക്കെൻഡ്സിലൊക്കെ. വർക്ക് ചെയ്യണ പ്രൊഫഷൻ ചിലപ്പോൾ മേ ബി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് എപ്പോഴെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടാവാം, പക്ഷെ പാഷൻ ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ പാഷനോട് അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര യാത്ര ബോഡി ഫിസിക്കലി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി തന്നെ അതെൻ്റെ മെൻ്റലി ഞാൻ റിക്കവർ ചെയ്യും ഉണ്ടാവാറുണ്ട്. അതിന് എനിക്കതൊരു പാടാനായിട്ട് ഫീൽ ചെയ്യാറ്. ഈ മൊത്തം ടീമിന് അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നത്. വിഷ്ണു, എത്ര വർഷമായി ഇവരുടെ കൂടെ? ഞാനിപ്പം എൻ്റെ 7 പഠിക്കുമ്പോൾ വന്നതാ. ചെറുപ്പത്തിൽ 6 or 7 പഠിക്കുമ്പം. ആ സമയത്ത് എൻ്റെ അമ്മാവൻ, അതായത് ഇപ്പം പറഞ്ഞില്ലേ ഉഴപ്പൻ സിദ്ധാർത്ഥ്, അവൻ്റെ അച്ഛൻ ഇവിടെ പാടുന്നുണ്ടായിരുന്നു കൂടെ. അപ്പം ഹരിച്ചേട്ടനോട് അമ്മാവൻ പറഞ്ഞേ, എൻ്റെ പെങ്ങളുടെ മോനിനെ പോലെ നടക്കുന്ന വഴിക്കും എല്ലാം ചുമ്മാ തുടക്കിട്ട് കൊട്ടിക്കൊണ്ട് കിടക്കും, അവരെ കൂടെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ വന്ന്. അതെ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ശരിക്കും പറഞ്ഞ് തിരുവഞ്ചൂർ കോട്ടയമുള്ള കുറച്ച് മാറിയുള്ള ഒരാളായിരുന്നേ. പക്ഷേ അത് ചേട്ടൻ എങ്ങനെയോ ഭാഗ്യമായിട്ട് ഇവിടെ വന്ന് വിട്ടു.
ശരിക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞതിന് ഒരു കുടുംബം ഫാമിലി ഇപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് 10ലും +2ലൊക്കെ പഠിക്കുന്ന സമയം പരീക്ഷയ്ക്കൊക്കെ പഠിക്കാതിരിക്കും അമ്മ വിളിക്കുന്ന നവീൻ ചേട്ടനെയാണ് ഇവർ രാവിലെ എഴുന്നേക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ അതെ അതെ നവീൻ ചേട്ടൻ്റെ ഒരു മിസ് കോള് ഫോണിൽ കാണുമ്പം പിന്നെ സത്യം അപ്പം എന്നാ പറയണ്ട അപ്പം അതുപോലെ തന്നെ ഒരു ഫാമിലി ഇവിടെ വന്ന് സന്തോഷം പെട്ടത് എന്താ പറയേണ്ടത് അറിയില്ല. എനിക്ക് സത്യം ഇങ്ങനെ ഇച്ചിരി ഇതുണ്ട് അതെ, വേണമെങ്കിൽ ഇച്ചിരി വായിക്കാൻ പറഞ്ഞാൽ വായിക്കാം. പറഞ്ഞ് ഇമോഷണൽ ആവുന്ന പോലെ ഉണ്ട്. അല്ല അതുണ്ട് കേട്ടോ സത്യമായിട്ടും. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, നമുക്കിപ്പോൾ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിപ്പോൾ നമുക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നേരെ നവീൻ ചേട്ടനെ അമ്മ വിളിക്കാന്ന് പറയുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കാനൊക്കെ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടിരിക്കുന്ന നവീൻ ചേട്ടനാ. ഇപ്പം മറ്റേ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടിയതും അത് പ്രധാന വഴിത്തിരിവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒരു കാരണം നവീൻ ചേട്ടനായിട്ടുണ്ട് പ്രത്യേകം. കൂട്ടത്തിലെ കുട്ടി ശ്രീദർശ് അല്ലേ? ശ്രീദർശ് എങ്ങനെയുണ്ട് ഓണക്കാലമായിട്ട് നന്ദഗോവിന്ദ് എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്? ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു മാസം കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടി തന്നെയാണ്, കൈ അടങ്ങിയിരിക്കുന്നില്ല. കട്ടാണേ. ഓണക്കാലം ഇപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ആയി ഈ ഒരു മന്ത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇൻറ്റേർണൽസും ഉണ്ട് കോളേജിൽ നിന്ന്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നു. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ പ്രോഗ്രാംസിന് നവീൻ ചേട്ടൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ വിളിക്കുമ്പോൾ എല്ലാ പ്രോഗ്രാംസിനും വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പിന്നെ ഭജൻ കണക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇമോഷണലിയും സ്പിരിച്വലി ഒക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം.